HR ഡിപ്പാർട്ട്മെന്റിന്റെ മലയാളം. അല്ല വിട് ഡിവൈസസിന്റെ മലയാളം. യന്ത്രം, അത് മെഷീനാണല്ലേ. ID കാർഡിന്റെ മലയാളം. ID കാർഡ് കാണിക്കാനില്ല, മലയാളം. ഞാൻ പറയാം. അതിന്റെ മലയാളം എന്ന് പറഞ്ഞോന്ന്. മലയാളോ? പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് മലയാളം. ഉൽപാദന സഹായി. ചാർന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസ്. IoTന്റെ മലയാളം എന്ന് പറഞ്ഞു. ഞാൻ ഊമയാണ്. അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് സത്യം പറഞ്ഞത്. നമ്മ മലയാളികളായതുകൊണ്ടിട്ട് എങ്ങനെ എല്ലാം മലയാളം അറിയണമെന്നൊന്നുമില്ല. പുക്കും ഇത് മതി പോയി. ഇപ്പൊ കേട്ടത് വിട്ടേക്ക്. വള്ളത്തോൾ പറഞ്ഞ പോലെ കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ. പക്ഷേ എന്താണ് കേരളം? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് കേരളത്തെ പുറത്തുള്ളവർ വിശേഷിപ്പിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ജാതി, മതം, മറ്റു വേർതിരിവുകൾക്കപ്പുറം മലയാളികൾ എന്ന നിലയിലും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരോട് സഹാനുഭൂതിയോട് പെരുമാറുന്നതിനും എന്തോ ഒരു മാജിക് ഉള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്നേഹം, ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടെ കിട്ടുന്ന ഒരു ലൈഫ് നമുക്ക് ലോകത്ത് എവിടെ ചെന്നാലും കിട്ടില്ല. അതിജീവനത്തിൻ്റെ 69 വർഷങ്ങൾ പിന്നിടുമ്പോൾ രാജ്യത്തെ അതിദാരിദ്ര്യമില്ല എന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ എല്ലാ ആശംസകളും നേർന്നു. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസ. താങ്ക് യു.